Rama Hare Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Jai Jai Shri Chaitanya Jai Nityananda Shri Advaita Chandra Jaya Gaura Bhakta Vrinda Hare Krishna. Namaskaram, pranams. My humble obeisances to all the Vaishnavas here and the Vaishnavis. ചൈതന്യ ചരിതാമൃതം വായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ കയറിയിട്ടുള്ളത്. വായിക്കാനൊരു അവസരം എന്ന് കരുതിയിട്ട്. ഓക്കെ, ഇപ്പൊ 16-ാമത്തെ പേജിലാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോ എല്ലാവരുടെ കയ്യിലും പുസ്തകം ഉണ്ടോ? ഉണ്ടെന്നാണോ പറഞ്ഞേ? അതെ, ഉണ്ട്. എല്ലാവരുടെ കയ്യിലും ഇല്ല മാതി, ചിലരുടെ കാണും. ഓക്കെ, ശരി. ഇതില് അവതാരികയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവതാരികയുടെ ഉദ്ദേശം നമുക്കറിയാം. നമ്മൾ വായിക്കാൻ പോകുന്ന ഗ്രന്ഥത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരിക, അത് അതിന്റെ ഒരു മെന്റൽ സെറ്റപ്പിലേക്ക്, അല്ലെ, ഒരു മെന്റൽ സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ശില പ്രഭുപാദർ ഈ അവതാരികയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് അവതാരിക നോക്കുകയാണെങ്കിൽ ഇതുവരെ വായിച്ച എന്തെങ്കിലും പറയാമോ? പോയിന്റ്സ് ആർക്കെങ്കിലും പറയാമോ? അവതാരികയിൽ എന്താണ് ഇതുവരെ നമുക്കൊന്ന് റിക്കളക്ട്, ഇതുവരെ നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് ഓർത്തെടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാം. ആർക്കെങ്കിലും പറയാമോ? പ്രഭുപാദ് എന്താണ് ഇതുവരെ പറഞ്ഞു തന്നത് എന്നുള്ളത്? പരീക്ഷ പ്രതീക്ഷിക്കാതെയാണ് വന്നെന്ന് തോന്നണേ. പുസ്തകം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ചൈതന്യർദ്ദാമൃതം കയ്യിലുണ്ടെങ്കിൽ ഒരു റിക്കളക്ഷൻ വേണമല്ലോ. നമ്മളെല്ലാരും വായിക്കും, ക്ലാസ് ഒക്കെ കേൾക്കും, പക്ഷെ നമ്മൾ മനനം ചെയ്യുന്നത് കുറവാണ്, റൈറ്റ്? അപ്പൊ അത് മനനം ചെയ്യുകയും അതൊന്ന് റിക്കളക്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ളൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ, അല്ലെ? നമ്മുടെ കൃഷ്ണാബോധം ഉറക്കണമെങ്കിൽ നമ്മൾ വായിച്ച കാര്യം, കേട്ട കാര്യം നമ്മളത് വീണ്ടും ഓർത്തെടുക്കുകയും മനനം ചെയ്യുകയൊക്കെ വേണം. അപ്പൊ നമ്മളൊരു കണക്ഷൻ വരുത്തിയിട്ട് മുന്നോട്ട് വായിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്? ഇതുവരെ അവതാരികയിൽ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാല് ഈ ചെവി കൂടെ കയറി ഈ ചെവി കൂടെ പോയെങ്കിലും കുറച്ചൊക്കെ പോയി കാണും, പക്ഷെ കുറച്ചൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ. ജസ്റ്റ് ഒന്ന് റിക്കളക്ട് ചെയ്യാൻ ശ്രമിക്കും. കഥാമൃത പൂവിനോട് ചോദിക്കാം. കഥാമൃത പൂവ് എന്തോർമ്മയുണ്ട്? എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്, കേൾക്കാൻ മാത്രമേ കഴിയൂ. എന്റെ ക്ലാസ്സില്, ഞാനൊരു അധ്യാപികയാണ്, എന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഉത്തരം അറിഞ്ഞാത്തപ്പോ ഇങ്ങനെ പറയാറുണ്ട്. വെറുതെ പറഞ്ഞാണ് കേട്ടോ, ക്ഷമിക്കണം, തമാശക്ക് പറഞ്ഞാണ്. ഐശ്വര്യ മാജി പറയാം. മാജി, ഇന്നലത്തെ ഇതില് നമ്മള് രാധാറാണിയെ കുറിച്ചിട്ടും നമ്മുടെ 3 ഭഗവാന്റെ ശക്തികൾ, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്സ ശക്തിയെ കുറിച്ചിട്ടാണ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നെ ഭഗവാന്റെയും രാധാറാണിയുടെയും ലീലകളെ കുറിച്ചിട്ടും അത് മനസ്സിലാക്കണമെങ്കിൽ, ഭഗവാനെ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരുടെ രാധാകൃഷ്ണ ലീല ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ, രാധാറാണിയും ഗോപികമാരുടെയും രാസനൃത്തത്തിനെ കുറിച്ചിട്ടും, അതൊക്കെ മനുഷ്യരുടെ ഇടയിൽ സാധാരണ അവർക്ക് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. മാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
നമുക്ക് പതീതം പാവൻ പ്രഭുവിനെ പിടിക്കാം. പതീത പാവൻ പ്രഭു ഒന്ന് പറയാമോ? അവതാരികയിൽ ഹരേ ഇതുവരെ കൃഷ്ണ മാതാജി. ഞാൻ ആക്ച്വലി റെഗുലർ അല്ല. ഞാൻ 1 മിനിറ്റ് മാതാജി, ഐ വിൽ ബാക്ക് ടു യു. ഞാൻ പറയാം മാതാജി. ഇപ്പൊ ശരി ഞാൻ ശരി റെയിൽവേ ശരി. സ്റ്റേഷനിലായിട്ട് റഷ് ആ ചെയ്യുന്നു. ഷുവർ, സോറി വെച്ചിട്ട് സോറി വിളിക്കാം. സോറി ഐ വിൽ സോറി. ബാക്ക്, ഐ വിൽ ബാക്ക്, ഓക്കെ ഐ വിൽ ഓക്കെ, ബാക്ക്. സോറി സോറി, നോ പ്രോബ്ലം പ്രഭു. ജയന്ത മാതാജി, ഹരിബോൾ. മാതാജി, ഞാൻ ഇന്നാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. മാതാജിയുടെ ചൈതന്യ ചരിതാമൃതം എന്ന് കേട്ടപ്പം അലാറം വെച്ചിട്ടാണ് ഞാൻ ഇതിൽ കയറിയത്, അല്ലെങ്കിൽ മറന്നുപോകും. ഇനി ജോയിൻ ചെയ്യത്തുമില്ല അല്ലെ? ഉമ മാതാജി, ഹരേ കൃഷ്ണ. ഇനി ജോയിൻ ചെയ്യാം. അയ്യോ, ഉമ മാതാജി, എനി പോയിന്റ്സ് നമുക്ക് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒരു പോയിന്റ്സ് പറഞ്ഞാൽ മതി. ഉമ മാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ, ഹരിബോ. ദണ്ഡ പ്രണാമം മാജി. Can you share any points, മാജി? നമ്മൾ നമ്മള് സ്ത്രീ പുരുഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് 9:32 വുമൺ, ശൂദ്ര, വൈശ്യ or anyone else of low birth can achieve my association. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു അതില് എനിക്കൊരു ആഡ് ചെയ്യാനുള്ള കാര്യം വെച്ചാല് സ്ത്രീ പുരുഷൻ തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിന്റെ അവസ്ഥയിലല്ലല്ലോ, അത് ആത്മീയ അവസ്ഥയിൽ സോൾ സ്പിരിച്വൽ കൃഷ്ണഭക്തി കിട്ടുന്നതിന് ഈക്വലി ഒരു 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 വൈഷ്ണവിക്കും പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ അല്ലെ. സോ കൃഷ്ണഭക്തിയിൽ നിന്ന് ആരും മഹാപ്രഭു ആരെയും തടഞ്ഞു നിർത്തുന്നില്ല. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കണമെന്നോ അങ്ങനെ ഒരു പുരുഷനായിട്ട് ജനിക്കണമെന്നോ അങ്ങനെ ഒരു കണ്ടീഷനും മഹാപ്രഭു വെക്കുന്നില്ല. റൈറ്റ്? ഫോർ ഹരിബോൾ എന്താ പരിപാടി? നമുക്കൊരു കൃഷ്ണ കോൺഷ്യസിൽ പെർഫെക്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ കണ്ടീഷൻസ് ഒന്നും വെക്കുന്നില്ല എന്നുള്ള. ഡെഫിനറ്റ്ലി ഒരു ബോട്ടലി വൈസ് ദർ ആർ ഡിഫറൻസസ് അല്ലെ, അത് നമുക്ക് അല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ഈവൻ വുമൻ, ശൂദ്ര, എന്തുകൊണ്ടാണ് വുമനെ അങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? റൈറ്റ്. ആക്ച്വലി വേദിക് നോളജ് അറിയാനും വേദിക് പ്രാക്ടീസസ് ചെയ്യാനും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതായത് ഒരു നോർമൽ അവസ്ഥയിൽ പറ്റുന്നില്ല. പക്ഷെ പ്രഭുപാദ് എപ്പോഴും നമുക്ക് സ്ക്രിപ്ചേഴ്സ് തരുന്നത് ആചാര്യനാണ്. നമുക്ക് ഒരിക്കലും നമുക്ക് തന്നെത്താൻ സ്ക്രിപ്ചേഴ്സ് മനസ്സിലാക്കാനോ വായിച്ച് പഠിക്കാനോ പറ്റില്ല. അതൊരു ഇപ്പൊ എന്താ പറയാ, ഒരു വലിയ കാടാണല്ലേ, സ്ക്രിപ്ചേഴ്സിനുള്ള വലിയൊരു കാടാണ്. ആ കാട്ടിൽ കൂടെ നമ്മൾ തന്നെത്താനെ നടന്ന് അപ്പുറത്ത് ചെന്ന് എത്തുമെന്ന് വാശി പിടിച്ചു പോയാൽ നമ്മൾ തന്നെത്താനെ നടന്ന് എത്താൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ അതിനാണ് കാട്ടിലെ ഏത് ഭാഗത്ത് കൂടെ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് ആചാര്യനും ഗുരുവും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെക്കാട്ടിയും ഇമ്പോർട്ടൻസ് നമ്മൾ ഗുരുവിന് നൽകേണ്ടത്. അപ്പൊ സ്ക്രിപ്ചേഴ്സിനെ നമുക്ക് പറഞ്ഞു തരുന്നത് ആചാര്യൻ. അപ്പൊ പ്രഭുപാദർ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് സ്ത്രീ എന്നുള്ളൊരു കണ്ടീഷൻ മാറ്റി നിർത്തിയിട്ടൊന്നും പ്രഭുപാദർ ചെയ്യുന്നില്ല. വൈഷ്ണവി, വൺ ഹു ഇസ് പ്രാക്ടീസിങ് വൈഷ്ണവി ഈസ് ഈക്വലി ഇൻക്ലൈൻഡ് അല്ലെ. സ്ത്രീകൾക്ക് പ്രഭുപാദ ദീക്ഷ കൊടുക്കുന്നു. ദീക്ഷ മാത്രമല്ല, ബ്രാഹ്മണ ദീക്ഷ വരെ ശ്രീൽ പ്രഭുപാദർ കൊടുക്കുന്നുണ്ട്. എല്ലാ സർവീസുകളിലും ഈവൻ പ്രഭുപാദിന്റെ വളരെ അടുത്ത് നമുക്ക് ഒരുപാട് പല സ്ഥലത്ത് പോയിട്ട് സെന്റേഴ്സ് തുടങ്ങിയൊക്കെ നമുക്ക് വൈഷ്ണവീസ് ഉള്ളത് നമുക്കറിയാം. യമുനാ ദേവദാസി മാജി ഒക്കെ ആണെങ്കിൽ വിനോദൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഇന്റലക്ച്വലി മാനിനോടൊപ്പം സാധാരണഗതിയിൽ ഒരു സ്ത്രീകൾ വരുന്നില്ല എന്നൊരു വേദിക് കോൺസെപ്റ്റ് ഉണ്ട്. അതിലാണ് നമ്മളെ സ്ത്രീ ആ ഒരു സങ്കല്പം വരുന്നത്. എനിക്ക് ഒരു മാതാജിയുമായിട്ട് ഒരിക്കൽ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ ആ മാതാജി പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മൾ സ്പിരിറ്റ് സോൾ എന്നുള്ള രീതിയിൽ ഓഫ് കോഴ്സ് ഒരു വ്യത്യാസം ഇല്ല. അതൊരു പുരുഷന്റെ സ്പിരിറ്റ് സോൾ ആയാലും ശരി തന്നെ, സ്ത്രീയുടെ ശരീരത്തിലുള്ള സ്പിരിറ്റ് സോൾ ആയാലും ശരി തന്നെ, വ്യത്യാസമില്ല.
പക്ഷെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അനുസരിച്ചാണല്ലോ നമുക്കൊരു ശരീരം കൈവരുന്നത്. അപ്പൊ ആ ശരീരം എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ പോലെ, ഒരു വാഹനം പോലെ. അപ്പൊ അതായത് ഇപ്പൊ ഒരു നാനോ കാർ എടുത്ത് ഇരിക്കുന്ന ഒരു ഡ്രൈവർക്കും ഒരു സ്പോർട്സ് കാർ ഇരിക്കുന്ന ഡ്രൈവർക്കും ഒരുപോലെ ഓടാൻ പറ്റില്ല. രണ്ട് മോഡ് മുന്നോട്ട് തന്നെയാണ്. പക്ഷെ സ്പോർട്സ് കാർ പോകുന്നല്ല നാനോ കാറിന് പോകുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വെഹിക്കിളിന്റെ ഡിഫറൻസ് അനുസരിച്ച് ആസ് ഫാർ വി ക്യാൻ ഗോ എന്നുള്ളൊരു വ്യത്യാസമാണ്. പക്ഷെ ആത്മാവിന് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനും ഭഗവാന് സറണ്ടർ ചെയ്യാനും ആ ശരീരം ഒരു കൺസ്ട്രെയിനേ അല്ല. എന്നാൽ ചില കാര്യങ്ങൾ, ചില ഇപ്പൊ നമ്മൾ സത്യയുഗത്തില് ചെയ്തിരുന്നത് ധ്യാനമാണ് അല്ലെ, ത്രേതായുഗത്തില് യജ്ഞങ്ങളാണ്, ദ്വാപരയുഗത്തിൽ DT വർഷിപ്പാണ്, കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ്. അപ്പൊ ധ്യാനമാണെങ്കിൽ തന്നെ കാട്ടിൽ പോയിട്ട് പുരുഷന്മാര് കാട്ടിൽ പോയിട്ട് വർഷങ്ങൾ ധ്യാനം ഇരിക്കുന്ന പോലെ സ്ത്രീകൾക്ക് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ആ സ്ത്രീയുടെ ശരീരത്തിന് ആ ഒരു ലിമിറ്റേഷൻ നമുക്ക് കാണാം. യജ്ഞങ്ങൾ ചെയ്യുന്നത്, സ്ത്രീകൾ യജ്ഞം ചെയ്യുന്നത് അത്ര കേൾക്കാറില്ല, പുരുഷന്മാര് യജ്ഞം ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ചില ലിമിറ്റേഷൻസ് കാണാം. എങ്കിൽ പോലും നമ്മൾ ദ്വാപരയുഗത്തിൽ നമ്മൾ കൃഷ്ണന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രാഹ്മണ പത്നിമാരുടെ കഥ പറയുമല്ലോ. ബ്രാഹ്മണന്മാര് അടുത്ത് പോയിട്ട് കൃഷ്ണൻ സുഹൃത്തുക്കൾക്ക് വിശന്നിട്ട് നിങ്ങൾ പോയിട്ട് അവിടെ വേദങ്ങളൊക്കെ പഠിക്കുകയും യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന ബ്രാഹ്മണന്മാരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറയുമ്പോൾ ബ്രാഹ്മണന്മാര് പോയി അവര് പറയും സമയമില്ല, മെനക്കെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ പോകാനല്ലേ പറയുന്നത്. അപ്പൊ കൃഷ്ണന്റെ അടുത്ത് പോയില്ല, ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയും നിങ്ങൾ ബാക്ക് ഡോറിൽ കൂടെ പോയിട്ട് പത്നിമാരോട് ചോദിക്കും. ബാക്ക് ഡോറിൽ കൂടെ പോയി പത്നിമാരോട് കൃഷ്ണന് വിശക്കുന്നു എന്ന് പറയുമ്പോഴത്തേ കൃഷ്ണന് വിശക്കുന്നു പറയുന്നതിന് മുമ്പ് തന്നെ അവര് വീട്ടിലുള്ള സാമാനങ്ങളെല്ലാം എടുത്ത് അവരിട്ടിരുന്ന വസ്ത്രം പോലും നേരെയാക്കാതെ എങ്ങനെയാണോ വീട്ടിൽ നിൽക്കുന്നത് അതുപോലെ കൊണ്ട് ഓടുകയാണ് ഭഗവാനോട്. അപ്പൊ ദേ ആർ ആക്ച്വലി റിയലൈസിങ് കൃഷ്ണ, ദേ ആർ സീയിങ് കൃഷ്ണ, ദേ ആർ അസോസിയേറ്റിംഗ് വിത്ത് കൃഷ്ണ. പക്ഷെ മറ്റവർക്ക് അത് പറ്റിയില്ല, ബ്രാഹ്മണന്മാർക്ക് അത് പറ്റിയില്ല, അത് കിട്ടിയില്ല. സോ that is why we have to say that അതങ്ങനെ ഒരു to surrender to Krishna, your body is not a limitation. But if you say bhakti is surrendering to Krishna, the body is not a limitation at all. But what you can do, certain practices that you can do might be different. And for a person who has not risen, അതായത് നമ്മുടെ ബോധത്തിനെ കൃഷ്ണാബോധത്തിൽ ഉണർത്താത്ത ഒരു സ്ത്രീയെയും പുരുഷനെയും നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ a സ്ത്രീ is supposed to have lower levels of consciousness. സ്ത്രീക്കായിരിക്കും കൂടുതൽ കുടുംബവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്. അപ്പൊ നമ്മളിപ്പോ പുരുഷന്മാർക്ക് വാനപ്രസ്ഥവും കഴിഞ്ഞ് സന്യാസം എടുത്തു പോകുന്ന പോലെ ചിലപ്പോൾ സ്ത്രീക്ക് പറ്റില്ല. ഈസ് മോർ അറ്റാച്ച്ഡ്, ഫാമിലിയോട് അറ്റാച്ച്ഡ് ആയിരിക്കാം. അപ്പൊ അത്തരത്തിൽ ചില കൺസിഡറേഷൻസ് പറയാൻ, അങ്ങനെയൊക്കെ കൺസിഡറേഷൻസ് ഉണ്ടെങ്കിലും ആത്മാവ് ഭഗവാനോട് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ഒരു കൺസിഡറേഷൻ ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് പറയാവുന്ന ഒരു കഥ മീരാഭായിയുടെ കഥ നമുക്ക് പറയാം അല്ലെ. മീരാഭായി രൂപഗോസ്വാമിയെ കാണാനായിട്ട് വൃന്ദാവനത്തിൽ പോകുന്ന സമയത്തുള്ള ഒരു കഥയുണ്ടല്ലോ. രൂപഗോസ്വാമി സ്ത്രീകളെ കാണുകയില്ല. അപ്പൊ മീരാഭായിക്ക് രൂപഗോസ്വാമിയെ കാണണം എന്ന് പറഞ്ഞ് പോകുമ്പോ രൂപഗോസ്വാമി പറയും കാണാൻ പറ്റില്ല, ഞാൻ സ്ത്രീകളെ കാണാൻ പറ്റില്ല. അപ്പം മീരാഭായി തിരിച്ച് ചോദിക്കുന്നത് ആർക്ക് പറയാമോ? എന്താണ് മീരാഭായി തിരിച്ച് ചോദിക്കുന്നത്? രോഹിണി സേവപ്രാണ ദേവദാസി മാതാജി, എന്താണ് മീരാഭായി ചോദിക്കുന്നത്? ഇവിടെ സ്ത്രീ എന്നുള്ള കൺസെപ്റ്റേ ഇല്ലല്ലോ, ഇവിടെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ പുരുഷനായിട്ടുള്ളൂ. ഇവിടെ ഏത് സ്ത്രീ അല്ല അങ്ങനെയാണ് ചോദിക്കുന്നത്. ഇവിടെ ഭഗവാൻ അല്ലാതെ ഏത് പുരുഷനാണ് ചോദിച്ചത്. അതാ രൂപഗോസ്വാമി പറയുന്നത് ഞാൻ സ്ത്രീകളെ കാണില്ല എന്നാണ്. അപ്പൊ അതായത് രൂപഗോസ്വാമി സ്ത്രീയല്ല പുരുഷനാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ അത് ചോദിക്കുന്നത്. അപ്പൊ മീരാബായി തിരിച്ചു ചോദിക്കുന്നത് കൃഷ്ണനല്ലാതെ ഏത് പുരുഷൻ, കൃഷ്ണനല്ലാതെ ഇവിടെ വൃന്ദാവനത്തിൽ ഏത് പുരുഷനാണ് ചോദിക്കുന്നത്. അപ്പോ രൂപഗോസ്വാമിക്ക് മീരാഭായിയുടെ ബോധത്തിനെ കുറിച്ച്, ആ ഒരു കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാവുകയും മീരാഭായിയെ കാണാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. അപ്പൊ ആ കോൺഷ്യസ്നെസ്സിലേക്ക് ഉയർന്ന ഒരു സ്ത്രീയെ നമുക്ക് സാധാരണ ഈ പറഞ്ഞ ശൂദ്ര സ്ത്രീ എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ആക്ച്വലി ഈ സെയിം കോൺസെപ്റ്റ് കൊണ്ടാണല്ലേ ഈ സതിയില് വൈഫ് എടുത്ത് ചാടുന്ന ഫയറില് ഹസ്ബൻഡ്, so that she get in the next birth ഒരു ആണിന്റെ ഇത് കിട്ടുന്ന might be something like that. എനിക്കത് ഈ അടുത്തിടയ്ക്ക് അത് കേട്ടായിരുന്നു. ബട്ട് എനിക്കൊരു 100% ക്ലാരിറ്റിയോട് ഇത് ഇപ്പം പറയാൻ പറ്റുന്നില്ല. വാട്ട് ഇസ് എ റിയൽ കോൺസെപ്റ്റ് ഓഫ് സതി എന്നുള്ളത് ഈ അടുത്ത കാലത്ത് എന്തോ വായിച്ചിട്ടുണ്ടായിരുന്നത്. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ ഭക്തിശാസ്ത്രയിൽ ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇതില് പ്രഭുപാദർ പറയുന്നത് നമ്മുടെ കൃഷ്ണ കോൺഷ്യസിൽ വരുന്ന
സ്ത്രീകളെല്ലാം ഇതിൽ പെടില്ല. അതെ അതെ, അത് തന്നെയാ നമ്മൾ പറഞ്ഞു വന്നത്. അത് തന്നെയാ അതെ. എനിക്ക് തോന്നുന്നു ഒരു മതം ചോദിച്ചാൽ സതിയുടെ ഇതില് ഒരു കാര്യം പറയാവുന്നത് ആ ഒരു സതി ചെയ്യുന്ന ഒരു പയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അതേ ഡെസ്റ്റിനേഷൻ ആ ലേഡിക്കും കിട്ടും. അങ്ങനെയാണ്. ഹരേ കൃഷ്ണ. മാതാജി സതിയുടെ കാര്യത്തില് പറയട്ടെ മാതാജി ഒരു കാര്യം. പറയൂ ബ്രോ, പറയൂ. ധൃതരാഷ്ട്രന്റെ കൂടെ പോയ നമ്മുടെ ഗാന്ധാരി സതി അനുഷ്ഠിച്ചല്ലോ. മാതൃ പാണ്ഡുവിന്റെ കൂടെ സതി അനുഷ്ഠിച്ചിട്ടുണ്ട്. അതെ അതെ. പക്ഷെ അന്നത്തെ സാഹചര്യമല്ല കലിയുഗത്തിലുള്ളത്, അന്നത്തെ കോൺഷ്യസ്നെസ്സും അല്ല എന്നുള്ളത്, അന്നത്തെ പാതിവൃത്യവും അല്ല ഇന്നത്തെ ഉള്ളത്. അതുകൊണ്ട് അതുമായിട്ട് നമുക്ക് അന്നത്തെ കാലത്ത് നടന്ന സംഭവങ്ങളൊന്നും ഇന്നത്തേക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അന്ന് ജന്തുബലി പറഞ്ഞിരുന്നു, കലിയുഗത്തിൽ ജന്തുബലി നിഷിദ്ധമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കലിയുഗത്തിൽ പാടില്ല എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കലിയുഗത്തില് ഒരിക്കലും സതി അക്സെപ്റ്റബിൾ അല്ല. വെരി ട്രൂ, വെരി ട്രൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഒരിക്കലും വേദങ്ങളെ നമുക്ക് തന്നെത്താൻ പഠിച്ച് മനസ്സിലാക്കി ഏത് വേദങ്ങളിൽ എന്തെങ്കിലും ഒരു ഭാഗം എടുത്ത് വായിച്ചിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്ത് കളയാന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് സ്ഥലകാലത്തിനനുസരിച്ച് ആചാര്യൻ ഇന്റർപ്രിറ്റ് ചെയ്ത് തരണം നമുക്ക് വേദങ്ങളെ. അപ്പൊ ഈ ഒരു കാലത്തിൽ എന്താണ് പോസിബിൾ എന്ന ശ്രീല പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ സതി ചെയ്തിട്ട് നമുക്ക് ഭഗവാനത്ത് കുറയാന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലെ പോസിബിലിറ്റി, അതായത് ഈ കാലഘട്ടത്തിലെ സ്ത്രീകളെ ഡീൽ ചെയ്യുന്നതിനും ഒക്കെ വ്യത്യാസം വന്നത്. ഇപ്പൊ കൃഷ്ണ കോൺഷ്യസ്നെസ്സിലായാലും പണ്ട് കാലത്ത് സ്ത്രീകളെ ഡീൽ ചെയ്യുന്ന പോലെ അല്ല അല്ലെ. പണ്ട് കാലത്ത് ഒരു സ്ത്രീ പിന്നെ വെളിയിൽ പോയിട്ട്, ഇപ്പൊ കൊട്ടാരത്തിലെ സ്ത്രീകളാണെങ്കിൽ പോലും കൊട്ടാരത്തിൽ ഇരുന്നാ പഠിക്കണം. ആൺകുട്ടികൾ ഗുരുകുലത്തിൽ പോകുന്നതല്ല പെൺകുട്ടികൾ ഗുരുകുലത്തിൽ പോകുന്നത്. അങ്ങനെയൊന്നും ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ വേരിയേഷൻസ്, ഒരു പ്രാവശ്യം ഭക്തിവിനോദ സ്വാമി മഹാരാജിന്റെ ഒരു ക്ലാസ്സിൽ മഹാരാജ് ഇങ്ങനെ പ്രഭുപാദിന്റെ ഒരു കാര്യം പറഞ്ഞപ്പം പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രഭുപാദ് ഏത് സ്ഥലത്താണ് എനിക്ക് ഓർമ്മ വരുന്നില്ല, എയർപോർട്ടിൽ ചെന്നപ്പോ പ്രഭുപാദിനെ കളക്ട് ചെയ്യാൻ ചെന്നത് ഒരു മാതാജിയാണ്. കാറില് 23 വയസ്സുള്ള ഒരു മാതാജിയാണ് പോകുന്നത്. അപ്പൊ പ്രഭുപാദ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വരൂ പ്രഭുപാദ് കയറാന്ന് പറഞ്ഞിട്ട് കാറിൽ കയറ്റിയിട്ട് നോക്കുമ്പോ പ്രഭുപാദിന്റെ അടുത്ത് നിന്നിട്ട് ഇവരാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ പ്രഭുപാദ് പെട്ടെന്ന് അതിങ്ങനെ യാണോ അയ്യോ ഡ്രൈവ്, നിങ്ങളാണോ ഡ്രൈവ് ചെയ്യുന്നത് വെച്ചിട്ട് ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് അവരാണ് ഡ്രൈവ് ചെയ്ത് പ്രഭുപാദിനെ കൊണ്ടുവന്നത്. അപ്പൊ പ്രഭുപാദ് അവിടെ വെച്ചാണ് തിരിച്ച് മനസ്സിൽ കുറിച്ചിടുന്നത്, ഇവിടുത്തെ സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തുല്യത അനുഭവിക്കുന്നവരാണ്. അപ്പൊ അവരെ നമുക്ക് ഈ വേദിക് സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്ന പോലെ, ഇപ്പൊ പറഞ്ഞ പോലെ എന്താ പറയാ, നിങ്ങൾ പിന്നെ സതി അനുഷ്ഠിക്കണം എന്നൊക്കെ പറയാൻ പറ്റുമോ? നടക്കുന്ന കാര്യങ്ങളല്ല അല്ലെ. അപ്പൊ അവിടെ വെച്ചാണ് ഇവിടെ കൃഷ്ണ കോൺഷ്യസ്നസ് അമേരിക്കയിൽ പ്രീച്ച് ചെയ്യണമെങ്കിൽ സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് മാത്രമേ പ്രീച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രഭുപാദ് അവിടെ വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്തതെന്ന് അങ്ങനെ ഒരു സംഭവം കേട്ടു. അത് നമുക്ക് ഇപ്പൊ എക്സ്റ്റേണൽ വെളിയിൽ മറുരാജ്യങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ബ്രഹ്മചാരിണി ആശ്രമങ്ങളുണ്ട്. അതുപോലെ സ്ത്രീകൾ പൂജ ചെയ്യുന്നുണ്ട് അല്ലെ, പൂജാരിമാരായിട്ടുണ്ട്. അത്തരത്തിലുള്ള വേരിയേഷൻസ്. അപ്പൊ ഇവിടെ എല്ലാം ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നസ് ഭഗവാന് സറണ്ടർ ചെയ്യാന്നുള്ളതാണ്. ബാക്കി ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഓരോ ടൈം പ്ലേസ് സർക്കംസ്റ്റൻസിനനുസരിച്ച് മാറാൻ സാധിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഭഗവാന് സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഉണ്ടാവേണ്ട ഒരു കാര്യം അല്ലെ. നമുക്ക് വായിക്കാം, നമ്മൾ വായിച്ചില്ല, ഒരു ക്വസ്റ്റ്യനിൽ തുടങ്ങി അതില് മാതാജിമാരുടെ കാര്യത്തില് ഒരു 2 പോയിന്റും കൂടെ ആഡ് ചെയ്യട്ടെ മാതാജി. മാതാജിമാരാണ് കൂടുതലുള്ളത്, എന്നിരുന്നാലും എന്നോട് ക്ഷമിക്കണം, പറഞ്ഞോട്ടെ. തെറ്റാണെങ്കിൽ മാതാജി തിരുത്താം. പറയട്ടെ മാതാജി. ഓക്കെ. ഒരിക്കൽ നമ്മുടെ എന്റെ ശിഷ്യാഗുരു, വൺ ഓഫ് ദ ശിഷ്യാഗുരു, ഹിസ് ഗ്രേസ് പതിതാംബരവിനെ അറിയാം, അദ്ദേഹത്തിന്റെ ശിഷ്യാഗുരു ആണ് നമ്മുടെ കേൾക്കുന്നില്ല. സ്ത്രീകൾ ശുദ്ര ആ ഗണത്തിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നു ചോദിച്ചു. ശരിക്കും കേട്ടില്ല സ്റ്റാർട്ടിങ് തൊട്ട്. സോറി മാതാജി. മാതാജി, ഞാൻ പറഞ്ഞു വരുന്നത് മാതാജിസിനെ എന്തുകൊണ്ട് ശുദ്രരുടെ കൂട്ടത്തില് സ്ത്രീകൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം അല്ലേ.
പറയൂ. അതെ, അപ്പൊ അതില് എന്റെ ഒരു വൺ ഓഫ് ദ ശിക്ഷാഗുരുവിനോട് ഞാനിത് ചോദിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പതിലവാൻ പ്രഭുവിന്റെ ശിക്ഷാഗുരുവാണ് ഹിസ് ഗ്രേസ് വിജയഗിരി ഗോവർദ്ധൻ ദാരിദാസ് പ്രഭു. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് ഇതിന് ആൻസർ പറഞ്ഞതെന്ന് വെച്ചാല് സ്ത്രീകൾക്ക് ബേസിക്കലി ശാരീരിക ബോധം അല്പം കൂടുതലായിരിക്കും. സോൾ എന്നുള്ളത് തിയററ്റിക്കലായിട്ട് മാത്രമേ അവർക്ക് നമ്മുടെ ഇസ്കോണിലുള്ള വൈഷ്ണവികളെ അല്ല ഞാൻ പറയുന്നത്, സ്ത്രീകൾ, സാധാ സ്ത്രീകൾക്ക് ശാരീരിക ബോധം അല്പം കൂടുതലായിരിക്കും. അവർ മെറ്റീരിയലി മോട്ടിവേറ്റഡ് ആയിരിക്കും മൊത്തത്തില്. അങ്ങനെയുള്ള ആൾക്കാരാണ് സ്ത്രീ ശരീരത്തിൽ പൊതുവെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ശാരീരിക ബോധം കൂടുതൽ ഉള്ളത് കൊണ്ട് സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിലേക്കുള്ള പെട്ടെന്നുള്ള ഒരു ഉയർച്ച തിയററ്റിക്കലി മാത്രമേ ആവത്തുള്ളൂ സാധാരണഗതിയിൽ. പ്രാക്ടിക്കലി അവർക്ക് അത് റിയലൈസ് ചെയ്യാൻ അല്പം പാടുണ്ട് എന്നാണ് പ്രഭു അന്ന് സൂചിപ്പിച്ചത്. കുറച്ച് ചോരയുള്ള അതിനകത്ത്. ഹലോ, കേൾക്കാമോ? ശ്രീരൂപ മതി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ചെയ്തു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മാതാജി? കേൾക്കുന്നുണ്ട് പ്രഭു, കേൾക്കുന്നുണ്ട്. അപ്പൊ ശാരീരിക ബോധം കൂടുതലുള്ള ആൾക്കാരാണ് സ്ത്രീ ശരീരത്തിൽ വരുന്നത്. അതുകൊണ്ട് അവർക്ക് തിയറിറ്റിക്കലി ഇതൊക്കെ മനസ്സിലാവുമെങ്കിലും റിയലൈസേഷന്റെ വിഷയത്തിൽ വരുമ്പോൾ പ്രാക്ടിക്കലി അവർക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് അത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാല് എത്ര തന്നെ ഇത് സന്യാസം, അത് ജഗസായിപ്രഭുവിന്റെ ഒരു കമന്റ് ആണ്, തെറ്റാണെങ്കിൽ തിരുത്തണം മാജി. അവർ സന്യാസം സ്വീകരിച്ചാൽ കൂടി ഇരുന്ന കാവിയില് തുമ്പില് സ്വർണ്ണ കളറിലുള്ള ഇത് അടിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് കാരണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കളറിലുള്ള ബോർഡർ അടിച്ചു കളയും. ഒരു ആകർഷണം സ്വർണ്ണ നിറത്തിനോട് അവർക്ക് അറ്റാച്ച്മെന്റ് അനുസരിച്ച് ഉണ്ട്. അങ്ങനെ ഒരു പിന്നെ ഈ കൊച്ചു പിള്ളേരൊക്കെ കാണുമ്പോൾ അവർക്ക് ആകർഷണം കൂടും, മാതൃവാത്സല്യം അവർക്കുണ്ടാവും. അപ്പൊ അങ്ങനെ മെറ്റീരിയലി അവർ കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മാതാജി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തപസ് അനുഷ്ഠിക്കാനൊക്കെ കാട്ടിലേക്ക് അവർക്ക് പോകാം, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് മറ്റുള്ളവർ സമ്മതിക്കില്ല. അവരെ തൂക്കിക്കൊണ്ട് പൊക്കളയും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒറ്റയ്ക്ക് പോയി ഒന്നും തപസ് അനുഷ്ഠിക്കാനോ യജ്ഞം ചെയ്യാനോ ഒന്നും അവരുടെ ശരീരം അവരെ അനുവദിക്കുന്നു. അവര് ഡെഡിക്കേറ്റഡ് ആണ്, പക്ഷെ അവരുടെ ശരീരത്തിന്റെ ആകർഷണം കൊണ്ട് മറ്റുള്ള അന്യപുരുഷന്മാരെ അവരെ തൂക്കിക്കൊണ്ട് പോകണം. അതുകൊണ്ട് അവർക്ക് ഒറ്റയ്ക്ക് ഇതുപോലത്തെ ഡെഡിക്കേഷനോടുകൂടി ഒന്നും ചെയ്യാൻ അവരുടെ ശരീരം അനുവദിക്കത്തില്ല. കോൺഷ്യസ്നെസ് അവർക്ക് സ്ട്രോങ് ആണെങ്കിൽ കൂടിയും എക്സ്റ്റേണൽ ആൾക്കാർ വന്ന് അവരെ ഉപദ്രവിച്ച് അവരെ ഫോക്കസ് തെറ്റിച്ചു കളയും എന്നും കൂടെ സൂചിപ്പിച്ചു. ശരിയാണോ മാജി ഞാൻ പറഞ്ഞത്? രണ്ടാമത്തെ പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല, ബാക്കിയൊക്കെ യോജിക്കാം. ഏതാണ് മാജി? രണ്ടാമത് പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല, ബാക്കിയൊക്കെ യോജിക്കാന്ന് പറഞ്ഞതാണ്. ക്ഷമിച്ചാലും മാജി, അത് ജയസായി പ്രഭുവാണ് അതിന് ഉത്തരവാദി കേട്ടോ, ദയവായി ക്ഷമിച്ചാൽ. ബോർഡർ വെക്കുന്ന കാര്യമല്ലേ, ബോർഡർ വെക്കുന്ന കാര്യം. അതെ 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 അതെ, ഡെഫിനറ്റ്ലി അറ്റാച്ച്മെന്റ്സ് ക്ഷമിച്ചാലും. ഉണ്ടാകും, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ അത്തരത്തിൽ എല്ലാ സ്ത്രീകളെയും നമുക്ക് അങ്ങനെ ജനറലൈസ് അത് മാതാജി, നമ്മള് വൈഷ്ണവീസിന് അങ്ങനെ ആയിരിക്കില്ല മാതാജി. വൈഷ്ണവീസിനല്ല, സാധാ സ്ത്രീകളെ കുറിച്ച്, ജനറൽ ലേഡീസ്. അതെ അതെ, നമ്മുടെ എന്നാ പോലും യോജിക്കാൻ പറ്റില്ല. എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് യോജിക്കാൻ പറ്റില്ല. പ്രഭുപാദിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോ പ്രഭുപാദ് വ്യക്തമായി പറഞ്ഞു, അത് സാധാ സ്ത്രീകളാണ്, നിങ്ങൾ വൈഷ്ണവിയാണെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇസ്രായേൽ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഹരേ കൃഷ്ണ. ദയവായി എല്ലാ വൈഷ്ണവരെയും ദയവായി അഞ്ജലി മാജി, ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ നമ്മളിവിടെ എന്താണ് അവതാരികയിൽ പറഞ്ഞു വന്നത് എന്നായിരുന്നു ചോദ്യം. അതിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നത്. ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നീട് പ്രഭുപാദര് ചൈതന്യം അല്ലെ, സാധാരണ വസ്തുവും ജീവനുള്ള വസ്തുവും തമ്മിലുള്ള ഒരു വേരിയേഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ജീവനുള്ള വസ്തുക്കൾക്ക് സ്നേഹിക്കാനുള്ള പ്രവണത അല്ലെ, ടു ലവ്, അതുണ്ട് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അത് ശരിക്കും എന്തെങ്കിലും നമ്മൾ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പട്ടിയെ പൂച്ചയെങ്കിലും സ്നേഹിക്കുന്ന പ്രഭുപാദ് പറഞ്ഞു. പക്ഷെ റിയൽ ആയിട്ടുള്ള ആ സോളിന്റെ പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത് ടു ലവ് കൃഷ്ണ എന്നുള്ളത് പറഞ്ഞു. ഏതായാലും നമുക്ക് ഇന്ന് വായിക്കാൻ പറഞ്ഞിരിക്കുന്ന ഭാഗം വായിക്കാം. അതിന് തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ് മുതൽ വായിച്ചു തുടങ്ങാം. അപ്പൊ അതിലാണ് രാധേടൻ കൃഷ്ണന്റെ കാര്യം പറയുന്നത്. അതുപോലെ വായിച്ചു തുടങ്ങാം. അല്ല, ഇത് തന്നെ വായിക്കാം.
രാധ കൃഷ്ണനിൽ നിന്നും വ്യത്യസ്തയല്ല. രാധാറാണിയും കൃഷ്ണൻ തന്നെയാണ്. എന്തെന്നാൽ ശക്തിയും ശക്തിയുടെ ഉത്ഭവസ്ഥാനവും അത് ശക്തിമാനും തമ്മിൽ വ്യത്യാസമില്ല. ശക്തി ഇല്ലെങ്കിൽ ശക്തിമാൻ എന്നതിന് അർത്ഥമില്ല. മക്കള് വീട്ടിലെത്തിയാണോ? മ്യൂട്ട് ചെയ്യോ ഹരിബോ. ശക്തി ഇല്ലെങ്കിൽ ശക്തിമാൻ എന്നതിന് അർത്ഥമില്ല. ശക്തിയുടെ ഉറവിടമില്ലാതെ ശക്തിയുമില്ല. അതുപോലെ രാധയില്ലാതെ കൃഷ്ണൻ എന്നതിന് അർത്ഥമില്ല. കൃഷ്ണനില്ലാതെ രാധ എന്നതിനും അർത്ഥമില്ല. അതിനാൽ വൈഷ്ണവ തത്വശാസ്ത്രമനുസരിച്ച് ആദ്യം ഭഗവാന്റെ ആത്മീയ ആനന്ദ ശക്തിയെയാണ് നാം പ്രണമിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഇപ്രകാരം ഭഗവാനും അവിടുത്തെ ശക്തിയും ചേർന്ന് രാധാകൃഷ്ണൻ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ നാരായണനെ ആരാധിക്കുന്നവർ ലക്ഷ്മി നാരായണൻ എന്ന രീതിയിൽ ആദ്യം ലക്ഷ്മിയുടെ നാമമാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ ഭഗവാൻ രാമനെ ആരാധിക്കുന്നവർ ആദ്യം സീതയുടെ നാമം ഉച്ചരിക്കുന്നു. ഇവിടെയെല്ലാം സീതാരാമൻ, രാധാകൃഷ്ണൻ, ലക്ഷ്മി നാരായണൻ, ശക്തിയാണ് ആദ്യം വരുന്നത്. അപ്പം ഭഗവാൻ ശക്തിമാനും ഭഗവാൻ നിന്നുള്ള ശക്തിയാണ് രാധാറാണി എന്നും, ഇപ്പൊ ശക്തിയുടെ സ്രോതസ് ഇല്ലാതെ ശക്തിയില്ല എന്നും, രണ്ടും കൂടെ ചേർന്നിട്ടാണ്, രാധയും കൃഷ്ണനും ചേർന്നിട്ടാണ് എന്നുമുള്ളതുമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോഴും ഹരേ എന്ന് സൂചിപ്പിക്കുന്നത് രാധാറാണിയാണ്, ഭഗവാന്റെ ആ ഒരു ശക്തി വിശേഷത്തെയാണ് അറിയാം. അപ്പൊ ഭഗവാന്റെ ശക്തിയെ കൂടി ആരാധിച്ചുകൊണ്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. രാധയും കൃഷ്ണനും ഒന്നാണ്. കൃഷ്ണൻ ആനന്ദം ആസ്വദിക്കാൻ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ സ്വയം രാധാറാണിയായി പ്രത്യക്ഷമാകുന്നു. രാധയും കൃഷ്ണനും തമ്മിലുള്ള ആത്മീയ പ്രേമ വിനിമയമാണ് അവിടുത്തെ ഹലാദിനി ശക്തിയുടെ യഥാർത്ഥ പ്രകടനം. കൃഷ്ണൻ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ എന്ന് നാം പറയുന്നുണ്ടെങ്കിലും അവിടുന്ന് എപ്പോഴാണ് ആഗ്രഹിക്കുക എന്ന് നമുക്ക് കൃത്യമായി പറയാനാവില്ല. നമുക്ക് ഇങ്ങനെയേ പറയാൻ കഴിയൂ. എന്തെന്നാൽ ബദ്ധ ജീവിതത്തിൽ എല്ലാറ്റിനും ഒരു ആരംഭ സമയം ഉള്ളതായി നാം കണക്കാക്കുന്നു. ആത്മീയ ജീവിതത്തിൽ സർവവും നിരപേക്ഷമാകിയാൽ അവിടെ ആരംഭമോ അന്ത്യമോ ഇല്ല. എങ്കിലും രാധയും കൃഷ്ണനും ഒന്നാണെന്നും അവർ വിഭജിക്കപ്പെടുന്നുവെന്നും മനസ്സിലാക്കുന്നതിന് എപ്പോൾ എന്ന ചോദ്യം സ്വതവേ മനസ്സിൽ വരുന്നു. എപ്പോൾ കൃഷ്ണൻ അവിടുത്തെ ആഹ്ലാദ ശക്തി ആസ്വദിക്കുവാൻ ആഗ്രഹിച്ചുവോ അപ്പോഴവിടുന്ന് രാധാറാണിയുടെ പ്രത്യേക രൂപത്തിൽ പ്രത്യക്ഷനാവുകയും എപ്പോൾ അവിടുന്ന് രാധയുടെ സ്ഥാനത്തിലൂടെ സ്വയം മനസ്സിലാക്കാൻ ഇച്ഛിച്ചുവോ അപ്പോഴവിടുന്ന് രാധയുമായി സംയോജിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടെ വായിക്കാം. എപ്പോൾ അവിടുന്ന് രാധയുടെ സ്ഥാനത്തിലൂടെ സ്വയം മനസ്സിലാക്കാൻ ഇച്ഛിച്ചുവോ അപ്പോഴവിടുന്ന് രാധയുമായി സംയോജിക്കുകയും ചെയ്തു. അപ്പൊ ആ സംയോജനം ചൈതന്യ മഹാപ്രഭു എന്ന് വിളിക്കപ്പെടുന്നു. ഇവയെല്ലാം ശ്രീല കൃഷ്ണദാസ് കവിരാജൻ ചൈതന്യ ചരിതാമൃതത്തിന്റെ 5-ാം ശ്ലോകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇതിൽ രണ്ട് പറഞ്ഞു വന്നത്, ആദ്യം പറഞ്ഞത് ഭഗവാന്റെ ശക്തി, ഭഗവാൻ ശക്തിമാനാണെങ്കിൽ ഭഗവാനിൽ നിന്ന് വരുന്ന ശക്തിയാണ് രാധാറാണി. ശക്തിയെ ആരാധിച്ചുകൊണ്ടാണ് ഭഗവാൻ ആരാധിക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫില് രാധയും കൃഷ്ണനും വ്യത്യസ്തമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനു മുമ്പേയും ഈ അവതാരികയിൽ പറഞ്ഞു വന്നു, നമ്മൾ സാധാരണ ലോകത്ത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ കാണാറുണ്ട്, പക്ഷെ അതുമായിട്ട് രാധയുടെയും കൃഷ്ണന്റെയും ബന്ധത്തെ നമ്മൾ കാണരുത്, അത് വ്യത്യസ്തമാണ് എന്ന് പ്രഭുപാദർ നേരത്തെ തന്നെ അവതാരികയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാക്കാം. ഭഗവാനിൽ നിന്ന് വന്ന ശക്തിയാണ് രാധാറാണി. അപ്പൊ നമുക്ക് കഥാമൃത പ്രഭുവിൽ നിന്ന് വന്ന ശക്തിയാണ് ഐശ്വര്യ മാതാജി എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? അങ്ങനെ ഒരു രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തില് ഇവിടെ നമ്മൾ കാണുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിൽ പോലെയല്ല എന്നുള്ള, രാധയും കൃഷ്ണനും ഒന്നാണെന്നും കൃഷ്ണന്റെ ഇപ്പൊ നമ്മൾ സപ്തചിത്താനന്ദൻ സംവിത്സ് അല്ലെ, ആ ഒരു ഹലാദിനി, ആ ഒരു പൊട്ടൻസീസ് അല്ലെ, ആ ഒരു 3 ഭഗവാന്റെ പൊട്ടൻസീസ്, ആ പൊട്ടൻസീസില് സപ്തചിത്താനന്ദത്തില് ആനന്ദം പൊട്ടൻസിയാണ് ഹലാദിനി പൊട്ടൻസി എന്ന് പറയുന്നത്.
അപ്പൊ ഇതിൽ ഈ ഹലാദിനി പൊട്ടൻസിയുടെ ഒരു രൂപഭാവമാണ് രാധാറാണി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു മിനിറ്റേ. അപ്പൊ സന്തിനി സംവിത് ഹലാദിനി പൊട്ടൻസീസ്. അപ്പൊ അതിൽ ആ ഒരു ആനന്ദം, ഭഗവാന്റെ ആനന്ദം എന്ന് പറയുന്ന ആ ഒരു പൊട്ടൻസിയാണ് രാധാറാണി. അപ്പൊ ഭഗവാൻ ആനന്ദം എൻജോയ് ചെയ്യാൻ എപ്പോഴാണോ ആഗ്രഹം വരുന്നത് അപ്പോഴാണ് ഭഗവാൻ രാധാറാണിയായിട്ട് വിസ്തരിച്ചത്. പക്ഷെ ഇത് എപ്പോഴാണ് ഭഗവാൻ ആനന്ദിക്കാൻ ആഗ്രഹിച്ചത്, എപ്പോഴാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഭൗതിക ലോകത്തിൽ നമ്മളെല്ലാം കാണുന്നത് ഒരു ടൈമിന്റെ ഒരു കോൺസെപ്റ്റാണ്, ടൈമും സ്പേസുമാണ്. ഈ ടൈമും സ്പേസും നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നു അല്ലേ. എനിക്ക് ഇന്നലെ കഴിച്ച ഒരു പായസം കുറച്ചും കൂടെ കുടിക്കാന്ന് എനിക്കിപ്പോ ചിന്തിച്ചാൽ നിവർത്തിയില്ല. ഇന്നലത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ സമയം എനിക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ ഇവിടെ കാണുന്ന എല്ലാത്തിനും തുടക്കമുണ്ട്. ഞാൻ ഇന്ന വർഷം ജനിച്ചു, ഇന്ന വർഷം മരിക്കും. അപ്പൊ എനിക്കൊരു തുടക്കവും അവസാനവും ഉണ്ട്. പക്ഷേ അവിടെ അങ്ങനെയില്ല അല്ലെ. സ്പിരിച്വൽ വേൾഡിൽ അങ്ങനെ ഒരു ടൈം കൺസ്ട്രെയിന്റ് ഇല്ല. അതിനൊരു ഇപ്പൊ തുടങ്ങി ഇപ്പൊ അവസാനിച്ചു അങ്ങനെ ഒരു എറ്റേണൽ ആണിത്. അതുകൊണ്ട് എപ്പോഴാണ് കൃഷ്ണൻ എൻജോയ് ചെയ്യാൻ ആഗ്രഹിച്ചത്, എപ്പോഴാണ് രാധാറാണി എന്നൊന്നും വന്നതെന്നൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനൊരു ഇത് പറയാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയൊക്കെ ആണെങ്കിലും രാധയും കൃഷ്ണനും ഒന്നാണ്. രാധാറാണി യോടൊപ്പം ചേരുന്ന സമയത്ത്, രാധയും കൃഷ്ണനും കൂടെ ചേരുമ്പോഴാണ് ചൈതന്യ മഹാപ്രഭു ആകുന്നത് എന്നും ആ ഒരു സംയോജനമാണ് ചൈതന്യ മഹാപ്രഭു എന്ന് വിളിക്കപ്പെടുന്നതെന്നും പറഞ്ഞു. അടുത്ത പാരഗ്രാഫില് പറയുന്നത് വായിക്കാം. കൃഷ്ണൻ എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപം കൈക്കൊണ്ടതെന്ന് അടുത്ത ശ്ലോകത്തിൽ ഗ്രന്ഥകർത്താവ് ഇനിയും വിവരിക്കുന്നു. കൃഷ്ണൻ രാധയുടെ പ്രേമത്തിന്റെ മഹത്വം അറിയാൻ അഭിലഷിച്ചു. എന്തുകൊണ്ടാണ് അവൾക്ക് എന്നോട് ഇത്രയധികം പ്രേമം? കൃഷ്ണൻ ചോദിച്ചു. അവളെ ഇത്രയേറെ ആകർഷിക്കുന്ന എന്റെ പ്രത്യേക യോഗ്യത എന്താണ്? അതുപോലെ അവൾ എന്നെ യഥാർത്ഥത്തിൽ ഏതു രീതിയിലാണ് സ്നേഹിക്കുന്നത്? പരമോന്നതൻ എന്ന നിലയിൽ കൃഷ്ണൻ ആരുടെയെങ്കിലും സ്നേഹത്താൽ ആകർഷിക്കപ്പെടുക എന്നത് ആശ്ചര്യകരമാണ്. അപ്പൊ ഭഗവാന് രാധാറാണിക്ക് എന്നോടുള്ള സ്നേഹം എന്താണെന്ന് അറിയാനൊരു മോഹം. എന്താണ് രാധാറാണിക്ക് എന്നിൽ കാണുന്നത്? രാധാറാണി എന്താണ് എന്നിൽ കാണുന്നത്? രാധാറാണിക്ക് എന്താണ് എന്നോടുള്ള ഒരു പ്രേമം എന്താണ്? അത് മനസ്സിലാക്കാനുള്ള ഒരു മോഹം. അപ്പൊ ഭഗവാൻ സമ്പൂർണ്ണനാണ്, അല്ലെ, ആത്മാരാമനാണ്. അങ്ങനെ ആത്മാരാമനായിട്ടുള്ള ഒരു ഭഗവാന് എന്തുകൊണ്ടാണ് രാധാറാണിയുടെ സ്നേഹത്തിൽ ആകർഷിക്കപ്പെട്ടത്? അതൊരു ആശ്ചര്യകരമാണെന്ന് പ്രഭുപാദയുടെ. പരമോന്നതൻ എന്ന നിലയിൽ കൃഷ്ണൻ ആരുടെയെങ്കിലും സ്നേഹത്താൽ ആകർഷിക്കപ്പെടുക എന്നത് ആശ്ചര്യകരമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ പിന്നാലെ സ്നേഹം തേടി നടക്കുന്നത് അവൻ അപൂർണനായത് കൊണ്ടാണ്. അവനിൽ എന്തിന്റെയോ കുറവുള്ളത് കൊണ്ട്. ഒരു സ്ത്രീയുടെ സ്നേഹം, ആ ശക്തിയും ആഹ്ലാദവും പുരുഷനിലില്ല. അതിനാൽ പുരുഷൻ സ്ത്രീയെ ആഗ്രഹിക്കുന്നു. പക്ഷേ സ്വയം സമ്പൂർണനായ കൃഷ്ണന്റെ കാര്യം ഇങ്ങനെയല്ല. അതുകൊണ്ട് കൃഷ്ണൻ വിസ്മയം പ്രകടിപ്പിച്ചു. ഞാൻ എന്തുകൊണ്ട് രാധാറാണിയിൽ ആകർഷിക്കപ്പെടുന്നു? എന്റെ സ്നേഹം അനുഭവപ്പെടുമ്പോൾ എന്താണ് വാസ്തവത്തിൽ അവൾ അനുഭവിക്കുന്നത്? ആ സ്നേഹവിനിമയത്തിന്റെ സാരം രുചിക്കുന്നതിനായി കൃഷ്ണൻ സാഗര ചക്രവാളത്തിൽ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ആവിർഭവിച്ചു. സമുദ്രമഥനത്തിലൂടെ ചന്ദ്രൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുപോലെ ആധ്യാത്മിക പ്രേമ വ്യവഹാരങ്ങളുടെ മഥനത്തിലൂടെ ചൈതന്യചന്ദ്രനും പ്രത്യക്ഷനായി. അവിടുത്തെ നിറം സ്വർണോജ്വലമായിരുന്നു, ചന്ദ്രന്റെ തിളക്കം പോലെ. ഇത് ആലങ്കാരിക ഭാഷയാണെങ്കിലും ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന് പിന്നിലെ അർത്ഥം സ്ഫുരിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ ആവിർഭാവത്തിന്റെ പൂർണ്ണമായ അർത്ഥവ്യാപ്തി അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെടും. അപ്പൊ അതാണ് ഇത്രയും വായിച്ചു നിർത്താമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ആ ഒരു ടോപ്പിക്കിന്റെ ഒരു എൻഡ് പോലെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചതുർവ്യൂഹത്തിലേക്കൊക്കെയാണ് പോകുന്നത്. അതൊരു വേറെ തന്നെ ഒരു ടോപ്പിക് ആയിട്ട് ഇപ്പൊ നമ്മൾ ഇതിൽ രാധയും കൃഷ്ണനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ രുചിച്ച് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷെ ചതുർവ്യൂഹമൊക്കെ പറയുമ്പോൾ അത്രയും രുചിയൊന്നും വരില്ല. അത് കാരണം ഇത്രയും പറഞ്ഞ് നമുക്ക് നിർത്താം. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇതിൽ ഞാൻ സാധാരണഗതിക്ക് ഇപ്പൊ ഒരു സ്ത്രീ പുരുഷൻ
വിവാഹിതരാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ ഒരു പുരുഷൻ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അപ്പൊ പുരുഷന് ഇപ്പൊ ഇവിടെ തന്നെ പ്രഭുപാദ എഴുതിക്കുന്നത് എങ്ങനെയാണ്? ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ പിന്നാലെ സ്നേഹം തേടി നടക്കുന്നത് അവൻ അപൂർണനായത് കൊണ്ടാണെന്നാണ്. നമ്മൾ തുടങ്ങിയത് സ്ത്രീകളെ കുറച്ച് മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടാണല്ലോ, അതുകൊണ്ട് ഇതൊന്ന് എടുത്തു പറഞ്ഞിട്ട് തന്നെ നിർത്താമെന്ന് കരുതി. അല്ലെ, ഉമ്മമാതാജിക്ക് സന്തോഷമാണെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോ മാതാജി അതൊന്ന് റിപ്പീറ്റ് ചെയ്യാവോ ആ സ്റ്റേറ്റ്മെന്റ്? യെസ്, അത് വായിക്കാം. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ പിന്നാലെ സ്നേഹം തേടി നടക്കുന്നത് അവൻ അപൂർണനായത് കൊണ്ടാണ്. ഒരു കംപ്ലീറ്റ്നെസ് വരാനായിട്ട് ഒരു 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 റിക്വയർമെന്റ്, അത് എന്ത് റിക്വയർമെന്റും ആകാം. ഒരു സ്നേഹിക്കപ്പെടാനുള്ള റിക്വയർമെന്റ് ആവാം, അല്ലെങ്കിൽ ഇപ്പൊ ഈവൻ മെറ്റീരിയലി പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട് നേരെ നോക്കാൻ അറിയില്ല, അപ്പൊ അത് ചെയ്യാൻ ഒരാൾ വേണം, അങ്ങനെയാവാം മെറ്റീരിയൽ. പക്ഷെ അല്ലാതെ തന്നെ സൈക്കോളജിക്കലിയും ഒക്കെ അപ്പൊ ആ ഒരു അപൂർണത ഒരു പുരുഷന് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്, അവനിൽ എന്തിന്റെയോ കുറവുള്ളത് കൊണ്ടാണ് ഒരു സ്ത്രീയുടെ സ്നേഹം, ആ ശക്തിയും ആഹ്ലാദവും പുരുഷനില്ല. ഒരു സ്ത്രീയുടെ സ്നേഹം, ശക്തിയും ആഹ്ലാദവും പുരുഷനിലില്ല. അതിനാൽ പുരുഷൻ സ്ത്രീയെ ആഗ്രഹിക്കുന്നത്. പക്ഷേ സാധാരണഗതിയിലാണ്. പക്ഷെ ഭഗവാന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ഭഗവാൻ സമ്പൂർണനാണ്. അവരുടെ ഭഗവാന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ പൂർണ്ണത കൊടുക്കാനോ വേറെ ഒന്നും പുറത്തുനിന്ന് ആവശ്യമില്ല, എക്സ്റ്റേണലി ഒന്നും ആവശ്യമില്ല. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാധാറാണി എക്സ്റ്റേണൽ അല്ല, അല്ലെ, ഒരു എക്സ്റ്റേണൽ വ്യക്തിയല്ല, ഭഗവാനിൽ നിന്ന് തന്നെ വരുന്ന ഭഗവാന്റെ ശക്തി വിശേഷമാണ് രാധാറാണി. അപ്പൊ അങ്ങനെയും ഒരു വ്യക്തി. അപ്പൊ നമ്മള് ഈ പ്രഭുപാദയുടെ അവതാരിക വായിച്ചു കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല്, ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോ രാധയും കൃഷ്ണനും ആരാണ് എന്ന് നമ്മളൊരു കുറെയെങ്കിലും തിയററ്റിക്കലി എങ്കിലും നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മഹാപ്രഭുവിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാൻ. അല്ലെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരും. ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രേമഭാവങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരും. അപ്പൊ ആ ഒരു ക്ലാരിറ്റിയോടുകൂടി, അതുപോലെ തന്നെ പ്രഭുപാദർ ഈ ഒരു അവതാരികയിൽ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഈ സാധാരണ ഭൗതിക ലോകത്ത് കാണുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളെ പോലെ നമ്മള് രാധയുടെയും കൃഷ്ണന്റെയും ബന്ധം കാണാൻ ശ്രമിക്കരുത്. അങ്ങനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ ചൈതന്യ അമൃതമൊക്കെ നമ്മളെ ടോട്ടൽ കൺഫ്യൂഷനിലാണ്. അതുകൊണ്ട് തന്നെയാണ് രാധാറാണിയെ കുറിച്ചൊന്നും മറ്റു ഗ്രന്ഥങ്ങളിലൊന്നും പറയാത്തത്, അല്ലെ. രാധാറാണി എപ്പോഴും വളരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്തിനാണ് പ്രഭുപാദ് അങ്ങനെ സംസാരിക്കും? പ്രഭുപാദരുടെ ക്ലാസ്സുകളിലൊന്നും നമുക്ക് രാധാറാണിയെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ പോലും കിട്ടില്ല. അതിനൊന്നുള്ളൊരു ക്വാളിറ്റി ഇല്ല. എനിക്കൊന്നും രാധാറാണി നമ്മളൊക്കെ പറയും, നമുക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പറയും, നമുക്ക് വലിയ രാധാഭാവമാണെന്നോ മട്ടിലൊക്കെ നമ്മൾ പറയും. പക്ഷെ ആചാര്യന്മാര് പറയില്ല, രാധാറാണിയെ കുറിച്ചൊന്നും പറയാൻ അവർക്ക് യോഗ്യതയില്ല. അതാണ് രാധാറാണിയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ ചീപ്പായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. പക്ഷെ നമ്മള് വളരെ സിമ്പിളായിട്ട് വളരെ ചീപ്പായിട്ട് രാധതൻ പ്രേമത്തോലാണോ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ, സിനിമാവിലെ പാട്ടും ഒക്കെ. പക്ഷെ ആചാര്യന്മാർ അങ്ങനെയൊന്നും പറയില്ല. വളരെ കെയർഫുൾ ആണ് രാധാറാണിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ. രാധാറാണിയുടെ ഒരു പൊസിഷൻ അതാണ്. പിന്നെ നമ്മൾ സാധാരണ ലോകത്ത് കാണുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മൈൻഡ് ഒരുപാട് കണ്ടീഷൻഡ് ആണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തും രാധയും കൃഷ്ണനും തമ്മിലുള്ള, രാധയും കൃഷ്ണനും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാകട്ടെ, സമയമില്ല ആത്മീയ ലോകത്ത് എന്ന് പറയുമ്പോഴാകട്ടെ, അതിനൊരു ആദിയില്ല എന്നൊക്കെ പറയുമ്പോഴാകട്ടെ, നമ്മൾ ഭൂമിയിൽ കാണുന്ന ടൈമുണ്ട്, ഇവിടുത്തെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമ്മുടെ മൈൻഡ് ഒരുപാട് കണ്ടീഷൻഡ് ആണ്. അപ്പൊ അതേ കാഴ്ചയിലൂടെയാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോ അവതാരികയൊക്കെ വീണ്ടും വീണ്ടും വായിച്ച്, പിന്നെ പ്രഭുപാദ് പറയുന്ന പോലെ ഭഗവത്ഗീതയാണ് ഫസ്റ്റ് സ്റ്റഡി, UG ഡിഗ്രി സ്റ്റഡി, അല്ലെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി ഭാഗവതമാണ്, PhD ആണ് ചൈതന്യ ചരിതാമൃതം. അത് സാധാരണ മനുഷ്യർക്ക് ലഭ്യമാകുന്ന ഒരു കാര്യം പോലുമല്ല. രാധാറാണി അറിയുന്നവർ പോലും വളരെ ചീപ്പായിട്ടാണ് മനസ്സിലാക്കുന്നത്. ശരിയായ രീതിയിൽ രാധാറാണിയെ മനസ്സിലാക്കുക, ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, അത് ശീല പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. ജയ് ശീല പ്രഭുപാദ്. പഞ്ചത്ത് ഭഗവാൻ കി ജയ്. ഹരേ കൃഷ്ണ. യെസ്, ഐശ്വര്യമാജി 5:45 ഷാർപ്പ് സ്റ്റോപ്പ് ചെയ്യാം.
ഹരേ കൃഷ്ണ. മാജി ദണ്ഡോത്പണം. നന്ദി മാജി, വളരെ മനോഹരമായ ക്ലാസ്. മാജി എന്ത് പറഞ്ഞാലും നല്ല റിയലൈസേഷൻ ആണ് കാണുന്നത്. അതുകൊണ്ട് മാജിയുടെ ക്ലാസ് എപ്പോഴും നല്ല രസവും നല്ല റിയലൈസേഷൻ മറ്റവർക്ക് കിട്ടുന്നതുമാണ്. നന്ദി മാജി, വളരെ സന്തോഷം. താങ്ക് യു മാതാജി. മാജിയുടെ നല്ല ക്ലാസ് ക്ലാരിറ്റി ഉള്ള വേണമെന്ന്, ക്ലാസ് ആണ് മാതാജിയുടെ എപ്പോഴും. അതെ, ഹരേ മാതാജിയുടെ കൃഷ്ണ. ക്ലാസ് വേണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് എല്ലാ ആ ബുധനാഴ്ചയും നമ്മൾ ഹൃദയപൂർവ്വം മാതാജിയോട് ആത്മാർത്ഥമായി ആവശ്യപ്പെട്ടു. മാതാജി സമ്മതിച്ചിട്ടുണ്ട്. വളരെ നല്ല വാർത്ത. മാജി ഓക്കെ. താങ്ക് യു. മാതാജി പറഞ്ഞല്ലോ സ്ത്രീകളെ കളിയാക്കി തുടങ്ങിയെന്ന്. അതിനെതിരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാനൊരു നല്ല കാര്യം കൂടെ പറഞ്ഞോട്ടെ. സോറി പറയൂ. പറഞ്ഞോട്ടെ മാതാജി. അതായത് നമ്മളെല്ലാവരും സ്പിരിച്വലി നോക്കുമ്പോൾ സ്ത്രീകളാണ് നമ്മളെല്ലാം. ഭഗവാൻ മാത്രമേ പുരുഷനായിട്ടുള്ളൂ. എന്നിരുന്നാലും അത് മനസ്സിലാക്കിയ സ്ത്രീ ശരീരത്തിലുള്ള സോളുകൾക്ക് കൃഷ്ണനെ പുരുഷനായിട്ട് ആരാധിക്കാൻ വളരെ എളുപ്പമാണ്. നേരത്തെ മാതാജി പറഞ്ഞല്ലോ, പുരുഷന്മാര് എന്തോ ഒരു കുറവുള്ളത് കൊണ്ട് സ്ത്രീകളുടെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ആ കുറവ് നികത്താനാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ പുരുഷനായിട്ട് തന്നെ കണ്ട് ആരാധിച്ചാൽ മതി. പക്ഷെ പുരുഷ ശരീരത്തിൽ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഇരുന്നുകൊണ്ട് കൃഷ്ണനെ പ്രേമഭക്തിയോടുകൂടി മാധുര്യ ലെവലില് ഗോപികമാർ ആരാധിക്കുന്ന പോലെ ആരാധിക്കുക എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാനേ നമുക്ക് പറ്റുന്നുള്ളൂ. പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വളരെ ശരി ബ്രോ. വെരി ട്രൂ. വെരി ഗുഡ് റിയലൈസിംഗ്. അത് സ്ത്രീകൾക്ക് മാത്രമേ അത് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ എന്നാണ് ഞാൻ സത്യമാണ് മനസ്സിലാക്കുന്നത്. പ്രഭു. അത് ശരിയാണ്. ഇപ്പൊ നമ്മള് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പൊ ശ്രീരാമന്റെ കാലഘട്ടത്തില് ആ ഋഷിവര്യന്മാര് അതെ, ഒരു മാധുര്യ രസം അനുഭവിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ അതെ, ഋഷിമാർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന നമുക്ക് ഒരു പിടിയും കിട്ടൂല അല്ലെ? സത്യം, അതുകൊണ്ട് എന്താ സത്യം, അവര് ദ്വാപരയുഗത്തില് ഗോപികമാരായിട്ട് സത്യം. കൃഷ്ണനോടൊപ്പം രസലീല ചെയ്യുന്നു പറയുമ്പോൾ നമുക്ക് ഋഷിമാർക്ക് എങ്ങനെയാണ് അത് സാധിക്കുക? പക്ഷെ ഈ പറഞ്ഞ പോലെ സ്ത്രീ ശരീരത്തിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഭഗവാനെ അങ്ങനെ ഒരു അല്ല, സങ്കല്പിക്കാനൊക്കെ ഒരു പക്ഷെ എളുപ്പമായിട്ട് വന്നിരിക്കും. എളുപ്പം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ സ്ത്രീകൾ ശരിക്കും ഭാഗ്യവതികളാണ്. താങ്ക് യു മച്ച്. എങ്കിലും നമ്മൾ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം പറയേണ്ടത്, നമ്മള് സാധകാസ് നമ്മൾ ആരും മാധുര്യ രസത്തിലാണെന്ന് നമ്മൾ സങ്കല്പിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ദാസ്യരസത്തിലാണ് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യേണ്ടത്. സാധകാസ് സൂപ്പർ. നന്ദി മച്ച്. ഹരേ കൃഷ്ണ. വളരെ നന്ദി, വളരെ നന്ദി, വളരെ നന്ദി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. എപ്പോഴും നമ്മള് സ്ത്രീകള്, ഞാൻ എന്റെ കൂടെ കാര്യം പറയാണ്, സ്ത്രീകൾക്ക് ആയതുകൊണ്ട് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇന്ന് തോന്നി നന്നായി. അതുകൊണ്ടാണല്ലോ ഭഗവാനായിട്ട് നമ്മള് മാതാജി പറഞ്ഞല്ലോ ദാസ്യരസം തന്നെയാണെങ്കിലും ആ ഒരു ഇതിനെപ്പറ്റി പറയണ കേട്ടപ്പോ സത്യം പറഞ്ഞാൽ സ്ത്രീ ആയതുകൊണ്ടാണല്ലോ അങ്ങനെ ഭഗവാനോട് ഒരു പ്രേമം തോന്നണത് എന്ന് തോന്നുമ്പോ ഒരു സന്തോഷം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബ്രഹ്മാജി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഹരേ കൃഷ്ണ. മാതാജി ലെഫ്റ്റ് ആയി മാതാജി. ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം ചോദിക്കാം. ഹരേ കൃഷ്ണ. അല്ല മാജി, ഞാൻ വേണമെങ്കിൽ വിളിക്കാം. വേണ്ട, കുഴപ്പമില്ല. ക്ലോസ് ചെയ്യട്ടെ. ഹരേ കൃഷ്ണ. നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.